Hey all, this is me Aaron here, your coach, your mentor, your trainer in trading. കുറച്ച് നാൾ അതായത് 2-3 ദിവസമായിട്ട് നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ലേശം ബിസി ആയിരുന്നു. ബട്ട് എന്നാൽ ഇന്ന് തൊട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി വലിയ മൂവ്മെന്റ് ഒന്നും തന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഒരു ട്രേഡും എടുത്തിട്ടില്ലായിരുന്നു. ബട്ട് എന്നാൽ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുത്ത് ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ₹999 ഒരു മാസത്തേക്ക്. അത് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു, അതും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അത് മാത്രമല്ല ഇന്ന് അതിനോടൊപ്പം തന്നെ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ കണ്ടിട്ട് നമുക്ക് അറിയാമായിരുന്നു ടാറ്റ മോട്ടോഴ്സ് സെക്ടേഴ്സ് ഒക്കെ നല്ല ബുള്ളിഷ് ആണ് എന്നുള്ളത്. അത് ടാറ്റ മോട്ടോഴ്സ് നല്ല റാലി തരികയും ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു ലോട്ട് എടുത്തിട്ടുണ്ടവരുന്ന് തന്നെ ഓൾമോസ്റ്റ് ₹6,000 മുകളിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു ടാർഗറ്റ് ബേസിസിൽ. സോ നമുക്ക് നോക്കാം. അത്യാവശ്യം ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നമ്മൾ ഈ ഒരു സെർട്ടൈൻ ലെവലിൽ നിന്ന് എൻട്രി എടുക്കുകയും അത്യാവശ്യം റാലി തന്നു. ദെൻ ട്രെയിൽ ചെയ്ത് പോയതാണ് നമ്മൾ ഈ കാണുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ റാലി ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി നാളത്തേക്ക് എന്തായിരിക്കും, അതിനനുസരിച്ച് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എടുത്തിട്ടുണ്ടായിരുന്നു, ഇക്വിറ്റിയിലായിരുന്നു, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു, റൈറ്റ്. ബട്ട് എന്നാൽ ബാക്കിയുള്ളത് ടാലിയപ്പ് ആയിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് നോക്കാം. നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നാളെ നമുക്ക് ബുള്ളിഷ് വ്യൂ മാത്രമാണ് നിഫ്റ്റിയിലുള്ളത്. നാളെ ഓൾമോസ്റ്റ് ലൈക്ക് 25,000 മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ബുള്ളിഷ് വ്യൂ, അല്ലാത്ത പക്ഷെ നമുക്ക് ബെയറിഷ് വ്യൂ ഇല്ലെങ്കിൽ ഈ ഒരു സെർട്ടൻ സോണിൽ കടന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കാനേ പോകുന്നില്ല. സോ നിങ്ങളുടെ വ്യൂ ഫിക്സ് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ ബയാസ് ഇത് തന്നെ ആയിരിക്കണം, അതായത് ബുള്ളിഷ് ആണ് എന്നുള്ളത്, റൈറ്റ്. നമുക്ക് നിഫ്റ്റി ബാങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അവിടുത്തെ വ്യൂ എന്നുള്ളത്. നിഫ്റ്റി പോലെ തന്നെ നിഫ്റ്റി ബാങ്കും നമ്മുടെ വ്യൂ ബുള്ളിഷ് തന്നെയാണ്. ബട്ട് എന്നാൽ നമുക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് ലൈക്ക് 51,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. ബുള്ളിഷ് തന്നെയാണ് വ്യൂ. ഒരു 1% റിസ്ക് എടുത്തേ അവിടെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 52,300 മുകളിൽ മാർക്കറ്റ് നാളെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് നല്ല സൂപ്പർ ബുള്ളിഷ് ആകും. 2% റിസ്ക് എടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. സോ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ബുള്ളിഷ് ആണ്. 2 എൻട്രി പോയിന്റ്സ് നമുക്ക് ബേസിക്കലി വരുന്നുണ്ടായിരിക്കും. 51,900 52,300 ആയിരിക്കും നമ്മുടെ ലെവൽസ് എന്ന് പറയുന്നത്. ഫിൻ നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിൻ നിഫ്റ്റിയും ഒബ്വിയസ്ലി നിഫ്റ്റി ബാങ്ക് ബുള്ളിഷ് ആണ്, അപ്പോൾ ഫിൻ നിഫ്റ്റി ആകാനായിട്ട് നല്ല പ്രോബിലിറ്റി ഉണ്ട് അല്ലേ. സോ ഫിൻ നിഫ്റ്റി നമുക്കിവിടെ ബുള്ളിഷ് തന്നെയാണ്. ഈ ഒരു സെർട്ടൻ ലെവലിൽ 23,560 മുകളിലാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. 1% റിസ്ക് എടുത്ത് മാത്രമേ അവിടെ എടുക്കാവുള്ളൂ. രണ്ടാമത്തെ പക്ഷം 23,660 മുകളിലാണെങ്കിൽ നമ്മൾ അവിടെ 2% റിസ്ക് എടുത്ത് നമുക്ക് പോകാവുന്നതാണ്. അതായത് ഈ ഒരു പ്രീവിയസ് ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു ബുള്ളിഷ് ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഫൈനലി നമ്മുടെ ഇൻഡെക്സ് ട്രേഡുകളിൽ മിഡ് ക്യാപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മിഡ് ക്യാപ്പ് പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഡീസസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ലോട്ട് സൈസ് ലേശം കൂടുതലാണ്, വേറെ ഒന്നുമല്ല 50 ആണുള്ളത്. അപ്പോൾ റിസ്കിനെ മാനേജ് ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ വേണം എല്ലാവരും മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ മിഡ് ക്യാപ്പിൽ നമ്മൾ ചെയ്യേണ്ട വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 12,890 മുകളിൽ 12,900 മുകളിലാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് ആണ്. അല്ലാത്ത പക്ഷെ നമുക്ക് നാളെ ട്രേഡ് ഇല്ല, ബെയറിഷ് ഇല്ല, സൈഡ് വേസ് ആണെങ്കിൽ നമ്മൾ വിടും. എന്തുകൊണ്ടാണ്? നമ്മൾ ബയേഴ്സ് ആയതുകൊണ്ട് തന്നെ. സോ നമുക്ക് നോക്കാം. കുറച്ച് സ്റ്റോക്കുകളുടെ ഉണ്ട്. ഫസ്റ്റ് വൺ പവർ ഗ്രിഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഗ്രിഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് നിൽക്കുന്നുണ്ട്. അത് നല്ലൊരു മൊമെന്റം തരുമായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് ലൈക്ക് 357 മുകളിൽ പവർ ഗ്രിഡ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ബുള്ളിഷ് വ്യൂ ആയിട്ട് പവർ ഗ്രിഡിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് BPCL എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ലൈക്ക് 358, അതായത് ഇന്നത്തെ ആ ഒരു പ്രീവിയസ് ഹൈ ആയിട്ടുള്ള 358 മുകളിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ബുള്ളിഷ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ലാസൻ ആൻഡ് ടർബോയും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം പുഷ് തരുമായിരിക്കും. വെൽ ലെറ്റ്സ് സീ ഓൾമോസ്റ്റ് 3,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ബുള്ളിഷ് ആകാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളുടെ നമ്മളെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ അറിയിക്കുക. അത് മാത്രമല്ല എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് എന്നും അതുകൂടെ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ പ്രസൻസ് ഒക്കെ അതിലൂടെ ഒന്നൊക്കെ അറിയിക്കുക. സോ ദാറ്റ് നമുക്ക് ഒരു മോട്ടിവേറ്റ് ആവും. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന വ്യൂ ഇല്ല. അപ്പം മറക്കണ്ട, നാളെ രാവിലെ 9 മണിയാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.